1 കൂട്ടി 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ എത്ര ചൊവ്വയുണ്ടെന്ന് ചോദിച്ചാൽ 5. എത്ര ബുധനുണ്ട് സർവീസ് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസമായിരിക്കും? ഒരാഴ്ചയ്ക്ക് ശേഷമാണ് X+7ഉം X+8ഉം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വരാൻ പോകുന്ന 10th ലെവൽ അതുപോലെ തന്നെ 12th ലെവൽ പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും തീർച്ചയായും പ്രയോജനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ് ഇത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 2020 മുതൽ ഇതുവരെയുള്ള 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ച അതുപോലെ തന്നെ 12th ലെവൽ പരീക്ഷകളിൽ ചോദിച്ച കലണ്ടറുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും നമ്മളൊന്ന് ഓർഡർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വേഗത്തിലൊന്ന് ചെയ്യും. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേഗത്തിലൊന്ന് പറയും, പരിപാടി അവസാനിപ്പിക്കും. അപ്പം നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുക്കുക. എന്നിട്ട് ഓരോ ചോദ്യങ്ങളും സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. കൃത്യമായി അറിയാത്ത കാര്യങ്ങളെല്ലാം നോട്ടിലാക്കി വെക്കുക, മുന്നോട്ട് പോവുക, സെറ്റ് ആവുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 8 ക്ലാസ്സുകളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വളരെ ചെറിയ എല്ലാ കാര്യങ്ങളും എല്ലാ കൺസെപ്റ്റുകളും പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയി എടുത്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് മൊത്തം ഒരു ക്ലാസ്സിൽ റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി സ്പീഡിൽ പോകും. നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കലണ്ടറിന്റെ ഒരു റിവിഷൻ ക്ലാസ് ഓവറോൾ ഒന്നൊരു ക്യാപ്സൂൾ പരുവത്തിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് കലണ്ടർ ഒന്ന് കണ്ടു നോക്കണം. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കലണ്ടർ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ ചെയ്തതാണ്. എപ്പോഴെങ്കിലുമൊക്കെ സമയമുള്ളപ്പോൾ നിങ്ങൾ ആ ടോപ്പിക് ഒന്ന് ഡീറ്റെയിൽ ആയി പഠിക്കാനായിട്ട് മെനക്കെടുക. തീർച്ചയായും അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഇപ്പോൾ ഇത് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 2020 മുതൽ നാളിതുവരെ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒരു 10th ലെവൽ 12th ലെവൽ പരീക്ഷകൾ, അത് മുഴുവൻ നമ്മൾ പഠിക്കും, ചെയ്യും, നിർത്തും. പിന്നെ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ തീർച്ചയായും അതിലൊന്ന് ജോയിൻ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ അതിൽ ചെയ്യുന്നുണ്ട്, വർക്കൗട്ടായിട്ടും എക്സാമുകളായിട്ടും ഒക്കെ. അപ്പോൾ ടെലിഗ്രാമിൽ നിങ്ങൾക്ക് മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ട്രിക് ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒട്ടും സമയം കളയാതെ കലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2023 ചോദിച്ച ചോദ്യം. ഒരു അതിവർഷത്തിൽ ഫെബ്രുവരി 1 വ്യാഴാഴ്ചയായാൽ മാർച്ച് 2 ഏത് ദിവസമാകും എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരു അതിവർഷത്തിൻ്റെ, അതായത് ഒരു ലീപ്പ് ഇയറിൻ്റെ ഫെബ്രുവരി 1 നമ്മളോട് പറയുന്നു വ്യാഴം. നമുക്ക് അതേ വർഷം മാർച്ച് 2 ഏത് ദിവസമാണ് എന്നതാണ് ചോദ്യം. മക്കളെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഇതൊരു കോമൺ ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യം മക്കളെ എത്തരത്തിൽ ഒരു ദിവസം തന്നു, ചിലപ്പോൾ അടുത്ത മാസമോ അല്ലെ 3, 4, 5 മാസം കഴിഞ്ഞിട്ട് വേറെ ഒരു ദിവസം കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ പല എളുപ്പവഴികളുണ്ട്. പക്ഷെ കോമൺ ആയിട്ടൊരു മെത്തേഡ്, അതായത് ഫെബ്രുവരി 1 തന്നു, മാർച്ച് 2 കാണണം. നമ്മൾ ഫെബ്രുവരി 1 കഴിഞ്ഞ് മാർച്ച് 2 വരെ എത്ര ദിവസമുണ്ട് എന്ന് നോക്കണം. മക്കളെ, ഫെബ്രുവരി 1 കഴിഞ്ഞ് ഇതൊരു അതിവർഷമാണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. കാര്യം അതിവർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 ദിവസമുണ്ട്. അപ്പൊ ഫെബ്രുവരി 1 കഴിഞ്ഞ് ബാക്കി ഫെബ്രുവരിയിൽ 28 ദിവസം. ഇനി മാർച്ച് 2 വരെ 2 ദിവസം. 28ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 30. 28ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 30. ഈ 30നെ ഒറ്റ ദിവസമാക്കുക എന്നതാണ് കൺസെപ്റ്റ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 30നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക.
നല്ല ഭാഷ പറഞ്ഞാൽ അതിൽ എത്ര ആഴ്ചകളുണ്ട് അത് മാറ്റി വെച്ച് ബാക്കി. അപ്പം 30നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 7 4 28 ശിഷ്ടൻ 2 വരും. ഈ ശിഷ്ടം അങ്ങോട്ട് കൂട്ടിയ ഉത്തരവായി. വ്യാഴാഴ്ചയുടെ കൂടെ 2 കൂട്ടുക, വെള്ളി ശനി. നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും, ശനിയാണ്. ഓപ്ഷൻ ഡി ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോകാം. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. ഒരു ദിവസം തന്നു, 3 4 അല്ലെ 10 20 30 ദിവസം കഴിഞ്ഞ് വേറൊരു ദിവസം കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെ ആദ്യത്തെ ദിവസം എണ്ണരുത്, തന്നിരിക്കുന്ന ദിവസം എണ്ണരുത്. ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞ് അവസാനത്തെ ദിവസം വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. ഫെബ്രുവരി 1 വേണ്ട, അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ 28 ദിവസം. മാർച്ച് 2 വരെ 2 എണ്ണണം, മാർച്ച് 2 വരെ 2 ദിവസം. 28 2 കൂടെ കൂട്ടുമ്പോൾ 30. 30നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 7 4 28 ശിഷ്ടൻ 2. സോ വ്യാഴാഴ്ചയുടെ കൂടെ 2 കൂട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശനിയാണ്. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഇനി ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഫെബ്രുവരി 1 വ്യാഴം, 7 കൂട്ടിയാൽ അതേ ദിവസം തന്നെ കിട്ടും. 1ന്റെ കൂടെ 7 കൂട്ടി 8 വ്യാഴം, 15 വ്യാഴം, 22 വ്യാഴം, 29 വ്യാഴം. അടുത്ത 1 2 വെള്ളി ശനി എടുക്കുന്നവരും ഉണ്ട്. പിന്നെ ഇതൊരു പ്രോപ്പർ മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം, 2023 ഖാദി ബോർഡ് LDC. 2020 ഫെബ്രുവരി 1 തീയതി ശനിയാഴ്ചയാണ്. 2020 മാർച്ച് 1 തീയതി ഏത് ദിവസമാണ്? ഇതേപോലെ വേറൊരു ചോദ്യം, സെയിം വർഷം തന്നെ 2023 ചോദിച്ച. അപ്പൊ 2020 ഫെബ്രുവരി 1 നമുക്ക് തന്നിട്ടുണ്ട് ശനി. ഇതേ 2020 മാർച്ച് 1 നമുക്ക് കാണണം. അപ്പൊ ഒരു ഫെബ്രുവരി 1 തന്നു, മാർച്ചിലെ ദിവസം കാണണം. അപ്പൊ മക്കളെ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അവസാനത്തെ ദിവസം വരെ എത്ര ദിവസം ഉണ്ട് എന്ന് നോക്കണം. പ്രോപ്പർ സ്റ്റെപ്പ്. ഫെബ്രുവരി 1 കഴിഞ്ഞു, ഫെബ്രുവരിയിൽ ബാക്കി. ഇതൊരു അതിവർഷമാണ്. എങ്ങനെ മനസ്സിലായി? 2020 എന്ന് പറയുന്ന വർഷമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 2020 4ന്റെ ഗുണിതവ. മക്കളെ കലണ്ടറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. എന്നാലും 4ന്റെ ഗുണിതമാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. നൂറ്റാണ്ടുകളുടെ കേസ് 400, അതിലേക്കൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി സമയമുള്ളപ്പോൾ പോകാം. ഇവിടെ 2020 ലീപ്പ് ഇയറാ, 24 ലീപ്പ് ഇയറാ, 28 ലീപ്പ് ഇയറാ. 4ന്റെ ഗുണിതമായ വർഷങ്ങൾ ലീപ്പ് ഇയറാ. ഇവിടെ 2020 ലീപ്പ് ഇയറാ. സോ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ആദ്യത്തെ ദിവസം 1 തീയതി, അത് കഴിഞ്ഞ് ബാക്കി 28 ദിവസമുണ്ട്. മാർച്ച് 1 വരെ മക്കളെ ഒരു ദിവസമുണ്ട്. 28 ഒന്നുകൂടെ കൂട്ടുമ്പോൾ മക്കളെ 29. ഈ 29നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 7 4 28 ശിഷ്ടം 1. അപ്പം നമ്മുടെ ഉത്തരം കാണാൻ ശനിയാഴ്ചയുടെ കൂടെ 1 കൂട്ടുന്നു. നമ്മുടെ ഉത്തരം ഞായറാണ്, സെറ്റാണ്. മുമ്പോട്ട് പോവാം. അടുത്ത് 2021 ജനുവരി 1 വെള്ളിയാഴ്ച എങ്കിൽ 2021 ഫെബ്രുവരി 1 ഏത് ദിവസം? 2021 വിയോടെ ചോദ്യം. അപ്പൊ 2021 ജനുവരി 1 നമ്മളോട് പറയുന്നു വെള്ളി. നമുക്ക് അതേ 2021 ഫെബ്രുവരി 1 ഏത് ദിവസമാണ് എന്ന് കാണണം. ഒന്നുമില്ല, ഒരു ദിവസം തന്നു, ഒരു മാസം കഴിഞ്ഞ് വേറൊരു ദിവസം കാണണം. അപ്പൊ ആദ്യത്തെ ദിവസമായ ജനുവരി 1 കഴിഞ്ഞ് ആദ്യത്തെ ദിവസം എണ്ണരുത്, അവസാനത്തെ ദിവസം വരെ എത്ര ദിവസം? ജനുവരി 1 കഴിഞ്ഞു, ബാക്കി ജനുവരിയിൽ 30 ദിവസമുണ്ട്. കാര്യം 31 ദിവസമാണ്, ആദ്യ ദിവസം പോയി. ഫെബ്രുവരിയിൽ ഒരു ദിവസം. അങ്ങനെ 30 ഒന്നുകൂടെ കൂട്ടി 31. 31നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 7 4 28 ശിഷ്ടം 3. വെള്ളിയാഴ്ചയുടെ കൂടെ 3 കൂട്ടടാ മക്കളെ. ശനി ഞായർ തിങ്കളാണ് ഉത്തരം. സെറ്റാണ്. നമ്മുടെ ഉത്തരം തിങ്കളാണ്. ഓപ്ഷൻ എ ആണ് പക്ക. കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യം. 2022 10th പ്രിലിംസ്. ഒരു മാസത്തിലെ 3 തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 21 തീയതിക്ക് ശേഷമുള്ള 4 ദിവസം ഏതാണ്? കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കരമായ സംഭവമാണ്. ഒന്നുമില്ല. അതായത് ഒരു മാസം, ഏത് മാസമാണെന്ന് നമുക്കറിയില്ല.
ആ മാസത്തിന്റെ 3-ാം തീയതി നമ്മളോട് പറയുന്നുണ്ട് വെള്ളി. നമുക്ക് എന്തുവാ കാണണ്ടേ? 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം. 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ 25-ാം തീയതിയാണ്. 25-ാം തീയതിയാണ് മക്കളെ കാണണ്ടേ. ഓക്കെ ആണോ? മുമ്പോട്ട് വാ. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട് 21-ാം തീയതി കണ്ടുപിടിച്ച് അതിനുശേഷമുള്ള 4-ാം തീയതി എണ്ണി എടുക്കുന്നവരുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വളരെ സിമ്പിളായി 21-ാം തീയതിക്ക് ശേഷമുള്ള 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ 25-ാം ദിവസം എല്ലാവർക്കും അറിയത്തില്ലേ? അതായത് 21-ാം തീയതിക്ക് ശേഷമുള്ള 1-ാം ദിവസം 22-ാം ദിവസം, 2-ാം ദിവസം 23-ാം തീയതി, 3-ാം ദിവസം 24-ാം തീയതി, 4-ാം ദിവസം 25-ാം തീയതി. അതേപോലെ അപ്പൊ ഒന്നുകൂടെ, ഒരു മാസത്തിന്റെ 3-ാം തീയതി നമ്മളോട് പറയുന്നു വെള്ളി. അതേ മാസത്തിന്റെ 21-ാം തീയതിക്കു ശേഷമുള്ള 4-ാം ദിവസം എന്ന് പറഞ്ഞാൽ 21 കഴിഞ്ഞ് 4-ാം ദിവസം 25-ാം തീയതിയാണ് കാണേണ്ടത്. അപ്പൊ 3-ാം തീയതി തന്നു, 25-ാം തീയതി കാണണം. അപ്പൊ 3-ാം തീയതിക്ക് ശേഷം, അതായത് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് അവസാനത്തെ ദിവസം വരെ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കണം. 3 കഴിഞ്ഞ് ബാക്കി 13, 23, 25 ആവുമ്പോ 22 ദിവസമുണ്ട്. 25-ൽ നിന്ന് 3 കുറച്ചാലും മതി 22. 3 കഴിഞ്ഞ് 13 ആകുമ്പോ 10, 23 ആകുമ്പോ 20, പിന്നെ 25 ആകുമ്പോ 2 കൂടെ ചേർത്ത് 25, 22 ദിവസം. ഇനി 22-നെ 7 കൊണ്ട് കയറി ശിഷ്ടം എടുക്കാം. 7 3 21, ശിഷ്ടം 1 ആണ്. വെള്ളിയാഴ്ചയുടെ കൂടെ 1 കൂട്ടി നമ്മുടെ ഉത്തരം ശനിയാണെന്ന് പറയാം. ഓപ്ഷൻ എ. നീ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. 3-ാം തീയതി വെള്ളി, 3-ന്റെ കൂടെ 7 കൂട്ടി 10-ാം തീയതി വെള്ളി, 7 കൂട്ടി 17-ാം തീയതി വെള്ളി, 7 കൂട്ടി 24-ാം തീയതി വെള്ളി, ഒബ്വിയസ്ലി 25-ാം തീയതി ശനി. 7 കൂട്ടുന്ന അതേ ദിവസമാണ് എന്ന് ചിന്തിച്ചെടുക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ വരെ വന്നല്ലേ. ഇച്ചിരൂടെ വലിയൊരു ചോദ്യം കൂടെ ചെയ്തിട്ട് പോണ്ടേ. ഒരു മാസത്തിന്റെ മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാണ്. ഏതോ ഒരു മാസം, ഏതോ ഒരു വർഷത്തിന്റെ മാർച്ച് മാസം 10-ാം തീയതി തിങ്കൾ എങ്കിൽ ജൂലൈ 4-ാം തീയതി ഏത് ദിവസമാണ് എന്നതാണ് ചോദ്യം. അപ്പൊ മാർച്ച് 10 തിങ്കളാണെന്ന് പറയുന്നുണ്ട്. ജൂലൈ 4 ഏത് ദിവസമാണെന്ന് കാണണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ മാർച്ച് 10 തന്നു, ജൂലൈ കാണണം. മക്കളെ, മാർച്ച് കഴിഞ്ഞ് ജൂലൈ വരെ എത്ര ദിവസം ഉണ്ട് എന്നൊന്ന് നോക്കണം. മാർച്ച് ആദ്യത്തെ ദിവസം മാർച്ച് 10 കഴിഞ്ഞ്, മാർച്ചിൽ 31 ദിവസമാണ്. മാർച്ച് 10 കഴിഞ്ഞാൽ ബാക്കി ആദ്യത്തെ ദിവസം ഒരിക്കലും എണ്ണരുത്. അവസാന ദിവസം എണ്ണിക്കോ, ആദ്യത്തെ ദിവസം എണ്ണരുത്. മാർച്ച് 10 കഴിഞ്ഞ് ബാക്കി 21 ദിവസം മാർച്ചിലുണ്ട്. ഏപ്രില് മക്കളെ 30 ദിവസമുണ്ട്. മെയ്യില് മക്കളെ 31 ദിവസമുണ്ട്. ജൂണില് മക്കളെ 30 ദിവസമുണ്ട്. ജൂലൈയിൽ 31 ഉണ്ട്, പക്ഷെ നമുക്ക് 4 വരെ മതി. കാര്യം ജൂലൈ 4 കാണണ്ടേ. ഓക്കെ ആണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടമെടുക്കാം. അതായത് മാർച്ചിൽ ബാക്കി 21 ദിവസം, ഏപ്രിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈയിൽ മക്കളെ 4 ദിവസം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടമെടുക്കാം. 21, 30, 51, 51, 31, 82, 82, 30, 112, 112, 4, 116. കുഞ്ഞുങ്ങളെ, ഈ 116-നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 116 വന്നു. 116-നെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 7 ബാക്കി 4 6, 7 6 42, ശിഷ്ടം മക്കളെ 4 ശിഷ്ടം വന്നു. സോ തിങ്കളാഴ്ചയുടെ കൂടെ 4 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായി വരിക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. നമ്മുടെ ഉത്തരം വെള്ളിയാണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാ. നിങ്ങളെ ഇത് പിന്നെ അല്ലാതെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടാതെ സെപ്പറേറ്റ് ശിഷ്ടം എടുക്കുന്നതുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളിൽ അതൊക്കെ ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 21-ല് ഒറ്റ ദിവസം 3 0 ആണ്. 7 കൊണ്ട് ആയിരിക്കുമ്പോൾ ശിഷ്ടമില്ല. 30 2, 31 3, 30 2, 4 4. അതെല്ലാം കൂടെ കൂട്ടി 7 കൊണ്ട് കാര്യം ശിഷ്ടം എടുത്ത് കൂട്ടുന്നവരും ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണേൽ ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ചിലർ ചിന്തിക്കും, സാറേ ശിഷ്ടം 0 വന്നാൽ എന്തോ ചെയ്യും? ശിഷ്ടം 0 വന്നാൽ അതിന്റെ അർത്ഥം ഒന്നും കൂട്ടണ്ടെന്നല്ലേ. അപ്പൊ അത് തന്നെ ആയിരിക്കത്തില്ലേ ഉത്തരം? അടുത്ത ചോദ്യം 2023-ലെ ചോദ്യമാണ്.
2008 ജനുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ 2009 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ചോദ്യം നമുക്ക് ഒന്ന് എഴുതി നോക്കാം. 2008 ജനുവരി 1 നമ്മളോട് പറയുന്നു ചൊവ്വ. 2009 ജനുവരി 1 ഏത് ദിവസമാണ് എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ത്? ഇതും കോമൺ ചോദ്യം. അതായത് ഒരു വർഷത്തിലെ ഒരു ദിവസം തരും, എന്നിട്ട് തൊട്ടടുത്ത വർഷമോ അല്ലെങ്കിൽ 4ഓ 5ഓ വർഷവും തന്നിട്ട് കഴിഞ്ഞിട്ട് ഇതേ വർഷത്തിലെ ഒരു ദിവസം കാണാൻ പറയും. ഇതേ വർഷത്തിലെ അല്ല, ഇതേ ദിവസം കാണാൻ പറയും. അതായത് ഒരു ജനുവരി 1 തന്നു, കുറെ നാൾ കഴിഞ്ഞിട്ട് വേറൊരു ജനുവരി 1 കാണാൻ പറയും. അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി 17 തന്നു, കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു ഫെബ്രുവരി 17 കാണാൻ പറയും. അല്ലെങ്കിൽ ഒരു മാർച്ച് 18 തന്നു, കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു മാർച്ച് 18 കാണാനായിട്ട് പറയും. ഇങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ ഒന്നുകൂടെ, ഒരു ജനുവരി 1 തന്നു, വേറൊരു ജനുവരി 1 കാണണം. ഇങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ ഇടയിൽ എത്ര വർഷമുണ്ട് എന്ന് നോക്കണം. 2008 മുതൽ 2009 വരെ നമുക്ക് മനസ്സിലായി വെറും ഒരു വർഷമേ ഉള്ളൂ ആണ്. ഇനി 2009 നിന്ന് 2008 കുറച്ചാലും കിട്ടുമല്ലോ ഒരു വർഷം. ഇനി ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിക്കുക, ഈ കാലഘട്ടത്തിനിടയിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 ഉണ്ട് എന്ന് നോക്കണം. എത്ര പ്രാവശ്യം ഫെബ്രുവരി 29? പിന്നെ കാണുന്നവർ ചിന്തിക്കും, ഇല്ല നീ ലീപ്പ് ഇയർ എന്നങ്ങ് പറഞ്ഞാൽ പോരും, എന്തിനാ ഫെബ്രുവരി? അങ്ങനെയല്ല, ഇവർ ഈ പറയുന്ന കാലഘട്ടത്തിനിടയിൽ എത്ര പ്രാവശ്യം, ചിലപ്പോൾ ചില ലീപ്പ് ഇയറിൽ മാർച്ച് തൊട്ടൊക്കെ കാണാൻ പറയും. അപ്പൊ ലീപ്പ് ഇയർ എന്ന് എണ്ണുമ്പോൾ നമ്മൾ ഫെബ്രുവരി 29 ചേർത്തൊക്കെ എണ്ണിപ്പോവും. അതുകൊണ്ടാണ്. അപ്പൊ ഈ പറയുന്ന കാലഘട്ടത്തിനിടയിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 എന്ന ഡേറ്റ് വന്നു? 2008 4ന്റെ ഗുണിതമായ വർഷമാണ്, ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പൊ ജനുവരി 1 മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിനിടയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. 2009 ഇല്ല, കാര്യം നമ്മൾ ജനുവരി 1 വരെ നോക്കുന്നുള്ളൂ. ആണെങ്കിൽ തന്നെ ഇല്ല, 2009 ലീപ്പ് ഇയർ അല്ല. അപ്പൊ ഒന്നുകൂടെ കൂട്ടുന്നു, 2 കിട്ടും. നമ്മുടെ ഉത്തരം കാണാനേ ഈ ചൊവ്വാഴ്ചയുടെ കൂടെ 2 അങ്ങോട്ട് കൂട്ടി വെച്ചാൽ മതി. ബുധൻ വ്യാഴം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, വ്യാഴം. ഓക്കെ ആണോ? ഒന്നുകൂടെ, ഒരു ജനുവരി 1 തന്നു, വേറൊരു ജനുവരി 1 കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ ഒരു മാർച്ച് 10 തന്നു, വേറൊരു മാർച്ച് 10 കാണണം. ഇതിനിടയിൽ എത്ര പ്രാവശ്യം, എത്ര വർഷം ഉണ്ടെന്ന് നോക്കണം. 2008 മുതൽ 2009 വരെ ഒരു വർഷം. ഇനി ഇതിനിടയിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 ഉണ്ട്? ഇടയിൽ 2008 ഒരു ലീപ്പ് ഇയറാ, ജനുവരി തൊട്ടാ നോക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരെണ്ണം ഉണ്ട്, 1 1 2. ചൊവ്വാഴ്ചയുടെ കൂടെ 2 അങ്ങോട്ട് കൂട്ടിയാൽ ഉത്തരവാകും ബുധൻ വ്യാഴം. നമ്മുടെ ഉത്തരം വ്യാഴം. ഒരു 2 ചോദ്യം കൂടെ ഈ മോഡൽ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ പൊളിയായി മാറും. മക്കളെ, 2004 ജനുവരി 1 വ്യാഴം നമ്മളോട് പറയുന്നു. 2004 ജനുവരി 1 വ്യാഴം. നമുക്ക് 2008 ജനുവരി 1 കാണണം. തുടങ്ങണ മക്കളെ. 2004 ജനുവരി 1 തന്നു, 2008 ജനുവരി 1 കാണണം. മക്കളെ, ഒരു ജനുവരി 1 തന്നിട്ടുണ്ട്, വേറൊരു ജനുവരി 1 കാണണം. മക്കളെ, 2004 മുതൽ 2008 വരെ എത്ര വർഷമുണ്ട് ഈ കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തിൽ 4 വർഷമുണ്ട്. ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ 2008 നിന്ന് 2004 കുറച്ചാലും കിട്ടും 4 വർഷം. ഇനി ഈ കാലഘട്ടത്തിനിടയിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 ഉണ്ട് എന്ന് നോക്കണം. മക്കളെ, 2004 ഒരു ലീപ്പ് ഇയറാണ്. നമ്മൾ ജനുവരി 1 മുതലാണ് നോക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരെണ്ണം ഉണ്ട്, കാര്യം 4ന്റെ ഗുണിതമായ വർഷം ലീപ്പ് ഇയറാണ്. പിന്നെ 4 കൊല്ലം കഴിഞ്ഞ് 2008 ലീപ്പ് ഇയറാ. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ ജനുവരി 1 വരെ എടുക്കുന്നുള്ളൂ. കാര്യം ഫെബ്രുവരിയിലേക്ക് പോകുന്നില്ല 2008ന്റെ. അപ്പൊ ഈ കാലഘട്ടത്തിനിടയിൽ ഒരു പ്രാവശ്യം ഫെബ്രുവരി 29 വന്നിട്ടുണ്ട്. അതാ ഞാൻ മുമ്പേ പറഞ്ഞേ, ലീപ്പ് ഇയർ എണ്ണുവാണെങ്കിൽ നിങ്ങൾ 2004 എണ്ണും 2008 എണ്ണും. 2004 ലീപ്പ് ഇയർ ആണ്, ജനുവരി മുതൽ ഈ കാലഘട്ടത്തിനിടയിൽ ഒരു പ്രാവശ്യം. 2008 ലീപ്പ് ഇയർ ആണ്, പക്ഷെ ഇതിനിടയിൽ ഇല്ല. അപ്പൊ 4 കൊല്ലം ഉണ്ട്, ഒരു ഫെബ്രുവരി 29 ഉണ്ട്. അങ്ങനെ 4 1
മക്കളെ 5. വ്യാഴാഴ്ചയുടെ കൂടെ 5 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. സോ നമ്മുടെ ഉത്തരം സിമ്പിൾ ആയിട്ട് കിട്ടുന്നു, ചൊവ്വയാണ്. മുമ്പോട്ട് പോവാ. അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. മക്കളെ 2018 നവംബർ 24 ശനിയാണ്. 2018 2030 നവംബർ 24 ഏത് ദിവസമാണ് എന്നാണ് കാണേണ്ടത്. തുടങ്ങാം. ഒരു നവംബർ 24 തന്നു, വേറൊരു നവംബർ 24 കാണണം. മക്കളെ ഇതിനിടയിൽ എത്ര വർഷമുണ്ട്? 2018 മുതൽ 2030 വരെ പിള്ളേരെ 12 വർഷമുണ്ട്. ഇനി അഥവാ ഡൗട്ട് ഉണ്ട്, 2030 നിന്ന് 2018 കിഴിച്ചാൽ മതി, കുറച്ചാൽ മതി, 12 കിട്ടും. ഇനി ഇതിനിടയിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 ഉണ്ട്? 2018 ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ ആണേ തന്നെ നമ്മൾ എടുക്കത്തില്ല. 4ന്റെ ഗുണിതമല്ല 18. നവംബർ 24 മുതലാണ്. 2019 ഒറ്റ സംഖ്യായ വർഷം ഒരിക്കലും ലീപ്പ് ഇയർ ആവില്ല. 2020 ലീപ്പ് ഇയർ ആണ്, 4ന്റെ ഗുണിതവ. പിന്നെ 4 കൊല്ലം കഴിഞ്ഞ് 2024 ലീപ്പ് ഇയർ ആണ്, ഫെബ്രുവരി 29 ഉണ്ട്. 28 ലീപ്പ് ഇയർ ആണ്, ഫെബ്രുവരി 29 ഉണ്ട്. ഇനിയില്ല, 32 ഉള്ളൂ, അത് കഴിഞ്ഞു. 30 വരെ മതി. അപ്പൊ ഈ കാലഘട്ടത്തിനിടയിൽ 3 പ്രാവശ്യം 12ഉം 3 കൂട്ടി 15. മക്കളെ ശനിയാഴ്ചയുടെ കൂടെ 15 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരമായി വരിക. ഓക്കെ ആണ്. നമുക്കാകെ 5ഉം 5ഉം 10 വിരലുകളേ ഉള്ളൂ. 15ഒക്കെ കയ്യെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ കയ്യെ കൂട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഈ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുന്നതിന്റെ ലോജിക്ക് ഇവിടെ ഉണ്ട്. 15 കൂട്ടിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. 15 കൂട്ടിയാൽ പരീക്ഷ ഹോളി കൂട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ് 15നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 7 2 14 ശിഷ്ടം 1. ശനിയാഴ്ചയുടെ കൂടെ 1 കൂട്ടി നമ്മുടെ ഉത്തരം ഞായറാണ്. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഒന്നുകൂടെ. ഇതിനിടയിൽ എത്ര വർഷം? 12 വർഷം. ഇതിനിടയിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 ഉണ്ട്? 20 24 28 3 പ്രാവശ്യം. 12 3 15. 15 കൂട്ടിയാൽ ഇടേ ഉത്തരം കിട്ടും. ഇനി 15 കയ്യെ കൂട്ടാൻ പാടായതുകൊണ്ട് 15നെ ആഴ്ചകളാക്കിയിട്ട് ബാക്കി കൂട്ടി, അതായത് 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുത്ത് അത് കൂട്ടിയാൽ മതി. 7 2 14 ശിഷ്ടം 1. ശനിയാഴ്ചയുടെ കൂടെ 1 കൂട്ടുന്നു, ഞായറന്ന് ഉത്തരം കിട്ടുന്നു. പക്ക ക്ലിയർ ആണ്. അടുത്ത ചോദ്യം. 2023 ഒരു IRBന്റെ പരീക്ഷയ്ക്ക് വന്നതാണ്. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ 2 ദിവസവും ഉൾപ്പെടെ എത്ര ദിവസമുണ്ട് എന്നതാണ് ചോദ്യം. നല്ല ചോദ്യം അല്ലേ? വളരെ സിമ്പിളാണ്. 2020 ഫെബ്രുവരി 5 മുതൽ മാർച്ച് 5 വരെ ഈ 2 ദിവസവും എണ്ണണം എന്നവർ പറയുന്നുണ്ട്. മൊത്തം എത്ര ദിവസമുണ്ട് എന്നാണ് ചോദ്യം. അല്ലേ തന്നെ മുതൽ വരെ എന്ന് പറഞ്ഞാൽ ആദ്യവും അവസാനവും എണ്ണണമെന്നാണ് അതിന്റെ കൺസെപ്റ്റ് തന്നെ. ഇംഗ്ലീഷ് ഫ്രം ടു. അപ്പോ ഇതെങ്ങനെ എണ്ണാം? 2020 ഒരു ലീപ്പ് ഇയറാ. അതുകൊണ്ടാണല്ലോ അവരത് പറഞ്ഞത് തന്നെ, ഫെബ്രുവരി പറഞ്ഞത്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അപ്പോൾ ഫെബ്രുവരി 5 കഴിഞ്ഞാൽ ബാക്കി 24 ദിവസം. ആലോചിച്ച് നോക്ക്. 5 കഴിഞ്ഞാൽ 15 25 29 ആക്കി 24 ദിവസം. ഫെബ്രുവരി 5 കൂടെ കൂട്ടണമല്ലോ. അപ്പോൾ ഫെബ്രുവരിയിൽ ബാക്കി നല്ല മൊത്തം 25 ദിവസമുണ്ട്. നോർമലി 24 കിട്ടൂ. കാര്യം ഫെബ്രുവരി 5 കഴിഞ്ഞ് 29 വരെ 24 ദിവസമുണ്ട്. ഫെബ്രുവരി 5 ഉൾപ്പെടെ എന്നവർ പറയുന്നത് കൊണ്ട് 24 പിന്നെ ഫെബ്രുവരി 5 കൂടെ ചേർത്ത് 25 ദിവസമുണ്ട്. മാർച്ച് 5 വരെ 5 ദിവസമുണ്ട്. 1 2 3 4 5 അങ്ങനെ 25 5 കൂടെ ചേർത്ത് നമുക്ക് പറയാം ആകെ 30 ദിവസമാണ്. ഓപ്ഷൻ ഡി ആണ്. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോകാം. ഒന്നുകൂടെ. ഫെബ്രുവരി 5 കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? ഫെബ്രുവരി 5 എണ്ണണം, അതവിടെ നിൽക്കട്ടെ. ഫെബ്രുവരി 5 കഴിഞ്ഞാൽ 15 ആകുമ്പോൾ 10 ദിവസം, 25 ആകുമ്പോൾ 20 ദിവസം, 26 27 28 29 24 ദിവസം അവിടെ ഉണ്ട്. ഫെബ്രുവരി 5 കഴിഞ്ഞ് ബാക്കി. കാര്യം 2020 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആയ വർഷമാണ്.
ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണിതമാണ്, ലീപ്പ് ഇയർ ആണ്. ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്, 5 കഴിഞ്ഞ് ബാക്കി 24 ദിവസം. പിന്നെ ഫെബ്രുവരി 5 കൂടെ ചേർത്ത് അതുകൂടെ എണ്ണണമെന്ന് പറയുന്നല്ലോ, ഉൾപ്പെടെ 25 ദിവസം. മാർച്ച് 5 വരെ 5 ദിവസം, 25 5 കൂടെ ചേർത്ത് 30 ദിവസം. ഓപ്ഷൻ ഡി ആണ് മുമ്പോട്ട് ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ പറയുന്ന റൂള് നിങ്ങൾ നല്ലവണ്ണം ഒന്ന് നോട്ടിൽ എഴുതി വെച്ചോണം. PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ കണ്ടമാനം ഇത് കയറി വരുന്നുണ്ട്. മക്കളെ, ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ, അതായത് മൊത്തം 365 366 അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എത്ര പ്രാവശ്യം വരുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അതിൻ്റെ ഉത്തരം 53 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം 52 ആയിരിക്കും. ഇതങ്ങ് പഠിച്ചു വെച്ചോണം. കുറച്ചു പേർക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് നീ ഉദ്ദേശിച്ചേ? അതായത് ഒരു വർഷത്തിൽ എത്ര വ്യാഴാഴ്ചകളുണ്ട് എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുക. അപ്പോഴേ ഓർത്തോണം, ഒന്നുകിൽ 53 അല്ലെ 52. അല്ലെ ഇന്ന വർഷത്തിൽ എത്ര ശനിയാഴ്ചകളുണ്ട് എന്നൊരാൾ ചോദിച്ചു, ഒന്നുകിൽ അതിൻ്റെ ഉത്തരം 53 ആടാ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം 52. അങ്ങ് പഠിച്ചു വെച്ചോ. നിങ്ങളോട് ഒരാൾ ചോദിക്കും, ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ എത്ര തിങ്കളാഴ്ച ഉണ്ടെന്ന് നിനക്കറിയാമോ? ഒന്നുകിൽ 52 അല്ലെ 53. മനസ്സിലായോ? ഇനി ഏതൊക്കെ 53ഉം ഏതൊക്കെ 52ഉം വരുമെന്ന് ഞാനൊന്ന് പറയാം. മക്കളെ, ഒരു സാധാരണ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം, അതായത് ജനുവരി 1, ഏത് ദിവസമാണോ അത് 53 പ്രാവശ്യം വരും. ബാക്കി എല്ലാം 52 പ്രാവശ്യമായിരിക്കും. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഒരു സാധാരണ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം ഏതാണോ അത്, ജനുവരി 1 അല്ലേ അത് 53 പ്രാവശ്യം ആ വർഷമുണ്ട്. ബാക്കി എല്ലാം 52 പ്രാവശ്യമേ ഉള്ളൂ. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒരു സാധാരണ വർഷത്തിൽ 365 ആഴ്ച ദിവസമുണ്ട്. അതായത് 52 ആഴ്ചയും ഒരു ദിവസമുണ്ട്. ഈ 52 ആഴ്ചയിലും എല്ലാ ദിവസങ്ങളും ഉണ്ട്. പിന്നെ ഒരു ദിവസം റിമൈനിങ് ആണല്ലോ, അത് ആദ്യത്തെ ദിവസത്തിന്റെ റിപ്പീറ്റ് ആയിരിക്കും. അതായത് ആദ്യത്തെ ദിവസം 52 ആഴ്ചയിലും ആ ഒരു ദിവസവും വരും, 53 പ്രാവശ്യം വരും. ബാക്കി എല്ലാം 52. ഞാൻ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒത്തിരി ഇതിലേക്ക് പോവാത്തെ. ജസ്റ്റ് ഇത്ര മാത്രം പഠിക്കാം. ഒരു സാധാരണ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം 53, ബാക്കി എല്ലാം 52. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സാധാരണ വർഷത്തിന്റെ ജനുവരി 1 തിങ്കളാഴ്ചയാണെന്നിരിക്കട്ടെ. അപ്പൊ ആ വർഷം എത്ര തിങ്കളുണ്ടെന്ന് ചോദിച്ചാൽ 53. ബാക്കി എല്ലാം 52. ചൊവ്വ 52, ബുധൻ 52, വ്യാഴം 52, ശനി 52, ഞായർ 52, തിങ്കൾ മാത്രം 53. ഓക്കെ. ഇനി ലീപ്പ് ഇയറിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ റൂൾ അറിയാം. എക്സ്ട്രാ ഒരാളൂടെ വന്നു, അതുകൊണ്ട് ജനുവരി 1ഉം ജനുവരി 2ഉം 53 പ്രാവശ്യം വരും. ബാക്കി എല്ലാം 52. കാര്യം 52 ആഴ്ച 2 ദിവസമാണുള്ളത്. കാര്യം ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഡേ കയറി വന്നു. അപ്പോൾ ഒരു അധിവർഷത്തിന്റെ ജനുവരി 1ഉം ജനുവരി 2ഉം ഏതൊക്കെയാണോ അത് ആ വർഷം 53 പ്രാവശ്യം വരും. ബാക്കി ഏതൊക്കെയാണോ അത് ആ വർഷം 52 പ്രാവശ്യം വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു അധിവർഷത്തിന്റെ ജനുവരി 1 ജനുവരി 2 അത് ഏതൊക്കെയാണോ അത് ആ വർഷം 53 പ്രാവശ്യം വരും. ബാക്കി എല്ലാ ദിവസവും 52 പ്രാവശ്യമേ വരും. ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞ മുമ്പേ നമ്മൾ ചെയ്ത് 2004 ജനുവരി 1 മക്കളെ വ്യാഴമാണ്. 2004 ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിന്റെ ആദ്യത്തെ ദിവസം വ്യാഴമാണ്. അപ്പൊ സ്വാഭാവികമായും രണ്ടാമത്തെ ദിവസം വെള്ളിയാടാ മക്കളെ, വെള്ളിയാ. അപ്പൊ ഈ ഒരു അതിവർഷമായതുകൊണ്ട് വ്യാഴം വെള്ളി ആദ്യത്തെ 2 ദിവസം, ജനുവരി 1 ജനുവരി 2, ഇത് രണ്ടും 53 പ്രാവശ്യം. ബാക്കി എല്ലാം 52. തിങ്കൾ 52, ഞായർ 52, ശനി 52, പിന്നെ 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 ചൊവ്വ 52, ബുധൻ 52, വ്യാഴം വെള്ളി മാത്രം 53. ഞാൻ ഈ പറഞ്ഞ റൂള് നിങ്ങൾ പഠിച്ചോ. ഏതൊരു സാധാരണ വർഷത്തിന്റെയും ആദ്യത്തെ ദിവസം ജനുവരി 1 ആ വർഷത്തിൽ 53 പ്രാവശ്യം വരും. ബാക്കി എല്ലാ ദിവസങ്ങളും
52 പ്രാവശ്യം വരും. ഏതൊരു അതിവർഷത്തിന്റെയും ആദ്യത്തെ 2 ദിവസം ജനുവരി 1, ജനുവരി 2 ആ വർഷം 53 പ്രാവശ്യം വരും. ബാക്കി എല്ലാ ദിവസങ്ങളും മക്കളെ 52 പ്രാവശ്യം വരൂ. ഒന്ന് കാണാതെ പറഞ്ഞു നോക്കാം. ഒരു സാധാരണ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം 53 പ്രാവശ്യം വരും, ബാക്കി 52. ഒരു അതിവർഷത്തിന്റെ ആദ്യത്തെ 2 ദിവസം ആ വർഷം 53 പ്രാവശ്യം വരും, ബാക്കിയെല്ലാം 52. ഒന്നുകൂടെ, ഒരു സാധാരണ വർഷത്തിന്റെ ജനുവരി 1 ഏതാണോ അത് ആ വർഷം 53 പ്രാവശ്യം വരും. ഒരു അതിവർഷത്തിന്റെ ജനുവരി 1 ജനുവരി 2 ഏതാണോ അത് 53 പ്രാവശ്യം വരും, ബാക്കി 52. ഇനി ഇപ്പൊ കുറെ നാളുകളായിട്ട് SCERT ടെക്സ്റ്റിൽ നിന്ന് അതേപോലെ എടുക്കുന്ന ചോദ്യമാണ്, ഒരു സാധാരണ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത. ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി എഴുതിക്കൊള്ളുക, 1/7 ആണ്. എന്തോന്നാ? 1/7. അതായത് ഒരു സാധാരണ വർഷത്തിൽ 53 പ്രാവശ്യം തിങ്കളാഴ്ചകൾ വരാനുള്ള സാധ്യത 1/7. ഒരു സാധാരണ വർഷത്തിൽ 53 പ്രാവശ്യം ചൊവ്വാഴ്ചകൾ വരാനുള്ള സാധ്യത 1/7. ഒരു സാധാരണ വർഷത്തിൽ 53 പ്രാവശ്യം ഞായറാഴ്ചകൾ വരാനുള്ള സാധ്യത 1/7. അതിന്റെ കാര്യം, സാധാരണ വർഷത്തിൽ ഒരു ദിവസത്തിന് മാത്രമേ 53 പ്രാവശ്യം വരത്തുള്ളൂ. ആദ്യത്തെ ദിവസം ജനുവരി 1. ആ ദിവസം തിങ്കളാവാം, ഞായറാവാം, ചൊവ്വയാവാം, ബുധനാവാം, തിങ്കളാവാം, വാട്ടവർ, എനിവേ 7 ദിവസത്തിൽ മൊത്തം 7 ദിവസം. അതിൽ ഒരു ദിവസത്തിന് സാധ്യതയുണ്ട്, ഞായർ മുതൽ ശനി വരെ 7 ദിവസം. അതുകൊണ്ടാണ് അവിടെ 1/7 എന്ന് പറയുന്നത്. ഇനി ഒരു അതിവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ അത് 2/7 ആണ്. പഠിച്ചു വെച്ചോളാം. എന്തുവാ? 2/7. എന്തുകൊണ്ടാ 2/7 വന്ന്? കാര്യം അതിവർഷത്തിൽ 2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്. ജനുവരി 1 ജനുവരി 2 വരുന്ന 2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്. മൊത്തം എടാ മക്കളെ 7 ദിവസമല്ലേ? ഞായർ മുതൽ ശനി വരെ 7 ദിവസമുണ്ട്. ആ 7 ദിവസങ്ങളിൽ 2 ദിവസങ്ങൾക്ക് സാധ്യതയുണ്ട്, ജനുവരി 1 and 2. അപ്പൊ നമുക്ക് അവിടെ പറയാൻ 2/7 ആണ്. 2/7 ആണ്. അപ്പോ ഒരു സാധാരണ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ 1/7 ആണ്. ഒരു അതിവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ 2/7. നിങ്ങളോട് ചോദിക്കുക, ഒരു അതിവർഷത്തിൽ 53 പ്രാവശ്യം തിങ്കൾ വരാനുള്ള സാധ്യത 2/7. ഒരു അതിവർഷത്തിൽ 53 പ്രാവശ്യം ചൊവ്വ വരാനുള്ള സാധ്യത 2/7. എന്തുകൊണ്ടാ? 2 ദിവസങ്ങൾ ജനുവരി 1 ജനുവരി 2 സാധ്യതയുണ്ട്. 2 മൊത്തം 7 ദിവസമേ ഉള്ളൂ. മൊത്തം 7 2/7. അപ്പൊ ഒരു സാധാരണ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ അത് 1/7 ആണ്. ഒരു അതിവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ അത് 2/7 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം നോക്കിക്കേ. 2021 ചോദിച്ചതാണ്. 2024 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് LDക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി പേസ്റ്റ് ഉണ്ട്. ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടായിരിക്കുവാനുള്ള സാധ്യത ഏതാണ്? മക്കളെ, ഒരു അതിവർഷത്തിൽ 53 പ്രാവശ്യം ഏതെങ്കിലും ഒരു ദിവസം വരാനുള്ള സാധ്യത മക്കളെ 2/7 ആണ്. എന്തുകൊണ്ടാണ് 2/7 എന്ന് പറയാൻ കാര്യം? 2 സാധ്യതകളുണ്ട്, ജനുവരി 1 ജനുവരി 2. മൊത്തം 7 ദിവസത്തിൽ 2/7 ആണ്. അപ്പൊ മക്കളെ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്ക്. മക്കളെ, നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്, എത്ര വ്യാഴമുണ്ട്, എത്ര വെള്ളിയുണ്ട്, എത്ര ശനിയുണ്ട്, എത്ര ഞായറുണ്ട്, ഒരു വർഷത്തിൽ മുഴുവൻ എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഉത്തരം 52, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം 53. ഈ 52 ആണോ 53 ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒരു സാധാരണ വർഷത്തിന്റെ ജനുവരി 1 ആദ്യത്തെ ദിവസം അത് മാത്രം 53 പ്രാവശ്യം വരും, ബാക്കിയെല്ലാം 52. ഇപ്പൊ ഒരു സാധാരണ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം വ്യാഴമാണ്, ആ വർഷത്തിൽ 53 വ്യാഴമുണ്ട്. ബാക്കി ഞായർ തിങ്കൾ ചൊവ്വ വാട്ടവർ എന്താണോ അതെല്ലാം 52 പ്രാവശ്യം. ഇനി ഒരു അതിവർഷത്തിന്റെ ആദ്യത്തെ 2 ദിവസം ഒരാളോട് എക്സ്ട്രാ വന്നോണ്ട, ജനുവരി 1 ജനുവരി 2 53 പ്രാവശ്യം വരും, ബാക്കി എല്ലാം 52 പ്രാവശ്യം. ഇപ്പൊ ജനുവരി 1 അതിവർഷത്തിൽ തിങ്കളാണ്, സ്വാഭാവികമായും ജനുവരി 2 ചൊവ്വയാണ്.
അപ്പൊ ആദ്യ 2 ദിവസം തിങ്കൾ ചൊവ്വയാണ്. അത് രണ്ടും 53 പ്രാവശ്യം. ബാക്കി എല്ലാ ആ വർഷത്തെ 52 പ്രാവശ്യമുള്ളൂ. ഓക്കെ ആണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു സാധാരണ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ചൊവ്വ 53 പ്രാവശ്യം വരാനുള്ള സാധ്യത 1/7, തിങ്കൾ 53 പ്രാവശ്യം വരാനുള്ള സാധ്യത 1/7, ഞായർ 53 പ്രാവശ്യം വരാനുള്ള സാധ്യത 1/7. കാര്യം ജനുവരി 1 എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. മൊത്തം 7 ദിവസം ഉണ്ട്, അതുകൊണ്ടാണ് 1/7 എന്ന് പറയുന്നത്. ഇനി ഒരു അതിവർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം 53 പ്രാവശ്യം വരാനുള്ള സാധ്യത ചോദിച്ചാൽ 2/7. 53 പ്രാവശ്യം ഞായർ വരാനുള്ള സാധ്യത 2/7. ഒരു അതിവർഷത്തിൽ 53 ശനി വരാനുള്ള സാധ്യത 2/7. സെറ്റാണ്. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെയും തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണ് എന്നതാണ് ചോദ്യം. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ചെറിയൊരു ഡൗട്ടൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്, ശ്രദ്ധിക്കുക. കലണ്ടറിലെ ഒരു തീയതി എക്സ് ആണെന്നിരിക്കട്ടെ, ഒരു തീയതി. അപ്പൊ തൊട്ടടുത്ത തീയതി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആരായിരിക്കും? X+1. കാര്യം ഇത് 7 ആണെങ്കിൽ അടുത്ത 8 ആണ്, അടുത്ത 9 ആണ്, അടുത്ത 10 ആണ്, ഇങ്ങനെയല്ലേ പോകുന്നത്. ഒരു കലണ്ടറിലെ ഒരു തീയതി എക്സ് ആണെങ്കിൽ അടുത്ത തീയതി X+1 ആണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തീയതി എന്ന് പറയുന്നത് X+2 ആണ്. പിന്നെ 7 ദിവസം അങ്ങനെ പോകും. ഞാൻ ജസ്റ്റ് എഴുതുന്നൊന്നുമില്ല, ഇത്രയും ഒന്ന് ഓർക്കാം. ഒരാഴ്ച കഴിഞ്ഞ് ഈ തീയതി എന്തുമായിരിക്കും വരിക? X+7 അല്ലേ? കാര്യം ആഴ്ചയിൽ 7 ദിവസമാണ്. നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ സൈഡിലുള്ള കലണ്ടർ എടുത്ത് നോക്ക്. ഇവിടെ 10 ആണ്, താഴെ 17 ആണ്, പിന്നെ 24 ആണ്. 7 വീതം കൂടിയാ പോകുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഈ തീയതി X+7 ആണ്. അപ്പൊ ഈ തീയതി ഉറപ്പായും X+8 ആണ്. കാര്യം X+1ന്റെ കൂടെ 7 കൂടുമ്പോൾ X+8. കാര്യം ഒരാഴ്ച കഴിയാന്ന് പറഞ്ഞാൽ 7 ദിവസം കഴിയാന്നല്ലേ. ഈ തീയതി വരുമ്പോൾ X+9 വരും. കാര്യം X+2ന്റെ കൂടെ 7 കൂടി. 2 ആഴ്ച കഴിയുമ്പോൾ ഈ തീയതി ആരായിരിക്കും? X+14 ആവും. കാര്യം 7 കൂടി X+7 14. അപ്പൊ ഇതാരാ? X+15. ഇതാരാ? X+16. 3 ആഴ്ച കഴിയുമ്പോഴോ ഈ X+14ന്റെ കൂടെ 7 കൂടി X+21. ഇത് X+22. ഇത് X+23. ഇനി അടുത്തുണ്ടാവാൻ സാധ്യതയുണ്ടോന്ന് അറിയില്ല. കാര്യം ചില ആഴ്ചയിൽ 5 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 4 ഉണ്ടാവും. നിങ്ങൾ ഇത്ര ഓക്കെ ആണോ? ഒന്നുകൂടെ, കലണ്ടറിൽ ഒരു തീയതി എക്സ് ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരുന്നത് X+7 ആണ്. അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് അതേ തീയതി X+14 ആണ്. 3 ആഴ്ച കഴിഞ്ഞ് അതേ തീയതി X+21 ആണ്. ഡൗട്ട് ഉണ്ടോ? കാര്യം എന്താന്ന് വെച്ചാൽ 14-ാം തീയതി തിങ്കളാണ്. അടുത്ത തിങ്കൾ വരുന്നത് 7 കൂടി 21-ാം തീയതിയാണ്. അടുത്ത തിങ്കൾ 7 കൂടി 28-ാം തീയതിയാണ്. അപ്പൊ കലണ്ടറിലെ ഒരു തിങ്കളാഴ്ച എക്സ് ആണെങ്കിൽ അടുത്ത തിങ്കൾ വരുന്നത് X+7 ആണ്. അടുത്ത തിങ്കൾ വരുന്നത് X+14 ആണ്. അടുത്ത തിങ്കൾ വരുന്നത് X+21 ആണ്. ഇങ്ങനെ പോകും. പിന്നെ അടുത്ത മാസമായിരിക്കും. കലണ്ടറിലെ ഒരു തീയതി എക്സ് ആണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരുന്നത് X+7, 2 ആഴ്ച കഴിഞ്ഞ് വരുന്നത് X+14, 3 ആഴ്ച കഴിഞ്ഞ് വരുന്നത് X+21. ഇങ്ങനെ പോകും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെയാണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും. അപ്പൊ മക്കളെ, ഒരു തീയതിയെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇത് തൊട്ടടുത്ത തീയതി എന്ന് പറഞ്ഞാൽ പോരട്ടെ, നിങ്ങളുടെ മൈൻഡിലുണ്ട് X+1. ഓക്കെ, ഇതേ തീയതികളുടെ 2 ആഴ്ചക്ക് ശേഷമുള്ള തീയതി. ഇതേ തീയതികളുടെ പോരട്ടെ 2 ആഴ്ച. ഒരാഴ്ച കഴിഞ്ഞായിരുന്നെങ്കിൽ ഇത് X+7 ആയിരുന്നു. നമുക്ക് ഒരാഴ്ച അല്ല വേണ്ടത്, 2 ആഴ്ച കഴിഞ്ഞ്. അപ്പൊ ഇത് X+14, ഇത് X+15. കണ്ടോ? ഇവിടെ വരെ എടുക്കാൻ എന്നെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഓക്കെ അല്ലേ? ഇതിന്റെ തുകയാണ് നമ്മളോട് പറയുന്ന 62. ഞാൻ ഒന്നുകൂടെ എഴുതാം. ഒരു കലണ്ടറിലെ ഒരു തീയതി, ഞാൻ അതിനെ എക്സ് എന്ന് വിളിച്ചു. തൊട്ടടുത്ത തീയതി അത് X+1 ആണ്. ഇതേ തീയതി 2 ആഴ്ച കഴിഞ്ഞ് വരുന്ന തീയതികൾ.
ഒരാഴ്ച കഴിഞ്ഞായിരുന്നു X+7 X+8 ആവും. കാര്യം ഇത് X+7 ആണ്, ഇത് X+8. 2 ആഴ്ചയാവുമ്പോൾ X+14 ഇത് X+15 ആവും. നമുക്ക് ഇതാ വേണ്ടിയത്. ഒന്നുകൂടെ കലണ്ടറിലെ ഒരു തീയതി X, തൊട്ടടുത്ത തീയതി X+1, ഇതേ തീയതി 2 ആഴ്ചക്ക് ശേഷമുള്ള തീയതികൾ. ഇതേ തീയതികളുടെ ഒരാഴ്ചക്ക് ശേഷമാണ് X+7 X+8. 2 ആഴ്ചക്ക് ശേഷം എന്ന് പറയുമ്പോൾ X+14 X+15 ഇവരുടെ തുകയാണ് നമ്മളോട് പറയുന്ന 62. ഓക്കെ ആണ്. അപ്പൊ ഇവരുടെ തുക നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. X+1 X+14 X+15 ഇതെല്ലോടെ കൂട്ടുമ്പോൾ 62 വരും. ഇതെല്ലോടെ കൂട്ടിക്കേ X+1 X+14 X+15 ഇതെല്ലോടെ കൂട്ടുമ്പോൾ 62. X തന്നെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4x പ്ലസ് 1 14 15 15 15 കൂടെ കൂട്ടുമ്പോൾ 30. 4x പ്ലസ് 30 ആണ് നമ്മളോട് പറയുന്ന 62 സെറ്റാണ്. ഒന്നുകൂടെ പറയുന്നു, ഇവരുടെ തുക 62. വേണമെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് ഒക്കെ എഴുതാം. X+1 പ്ലസ് X+14 പ്ലസ് X+15 ഈസ് ഈക്വൽ ടു 62. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തന്നെ എത്ര എക്സ് ഉണ്ട്? 4x പ്ലസ് 1 14 കൂടെ കൂട്ടുമ്പോൾ 15 15 15 കൂടെ കൂട്ടുമ്പോൾ 30. 4x പ്ലസ് 30 ആണ് 62. അപ്പൊ 4x മാത്രം എത്രന്ന് ചോദിച്ചാൽ ഇവിടെ ഓൾറെഡി 62 ഉണ്ട്. ഈ 30 അവിടെ പോയി -30 ആവും. 4x എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പൊ എക്സിന്റെ വില 32/4 നമുക്ക് പറയാം 8. അപ്പൊ എന്താണോ എക്സ് അത് 8 ആണ്. അപ്പൊ ഇത് 8 ആണെന്ന് മനസ്സിലായി. ഇത് 8 ഒന്നുകൂടെ കൂട്ടി 9 ആണെന്ന് മനസ്സിലായി. ഇതും 8 14 കൂടെ കൂട്ടി 22 ആണെന്ന് മനസ്സിലായി. ഇത് 8 15 കൂടെ കൂട്ടി 23 ആണെന്ന് മനസ്സിലാവും. നമ്മളോട് ചോദിച്ചേക്കുന്നത് ആദ്യ ദിനം ഈ മാസത്തെ എത്ര, അതായത് ആദ്യത്തെ ദിവസം ഏതാണ്? ആദ്യത്തെ ദിവസം X ആണ്, അത് 8 ആണ്, സെറ്റാണ്, ഓപ്ഷൻ ബി ആണ്. വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും. നിങ്ങളും കലണ്ടറിലെ ഒരു തീയതി X, തൊട്ടടുത്ത തീയതി X+1, ഇതേ തീയതികൾ 2 ആഴ്ചക്ക് ശേഷം. X എന്ന് പറയുന്ന തീയതി ഒരാഴ്ച കഴിഞ്ഞ് X+7, 2 ആഴ്ച കഴിയുമ്പോൾ X+14, X+14 ഇത് കഴിഞ്ഞ് വരുന്ന X+15. ഓക്കെ ആണ്. ഇതാണ് ആ 4 തീയതികൾ. ഈ 4 തീയതികളുടെ തുക 62. ഈ 4 തീയതികൾ കൂട്ടുമ്പോൾ 62. ഈ 4 തീയതികൾ എന്ന് പറഞ്ഞാൽ X+1 പ്ലസ് X+14 പ്ലസ് X+15 ആണ് 62. നിങ്ങൾ അത്രയൊന്നും പോണ്ട. 4x പ്ലസ് 1 14 15 15 15 30. 4x പ്ലസ് 30 ആണ് മക്കളെ 62. അപ്പൊ 4x മാത്രം എത്രന്ന് ചോദിച്ചാൽ 62 മൈനസ് 30. കാര്യം ഈ പ്ലസ് 30 അപ്പുറത്തും മൈനസ് ആവും. 4x മാത്രം എത്രന്ന് ചോദിച്ചാൽ 32. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ 32/4 8 ആണെന്ന് മനസ്സിലാവും. ആദ്യ തീയതി X ആണ്, അത് 8 ആണ്, സെറ്റാണ്, ഓപ്ഷൻ ബി ആണ്. മുമ്പോട്ട് പോവാം. 2021 ഒരു LD മെയിൻസിന് ചോദിച്ച ഒരു ചോദ്യമാണ്. അന്ന് പരീക്ഷ എഴുതിയ ഒരുപാട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വളരെ കാര്യമായി, ഇതുവരെ ഇരുന്നതിനേക്കാളും കുറച്ചുകൂടെ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നല്ല രീതിയിൽ. ചോദ്യം ഇങ്ങനെയാണ്: ഒരാൾ സർക്കാർ സർവീസിൽ നിന്ന് 31/3/2021 വിരമിച്ചു. അയാൾ 25/9/2000 സർവീസ് ആരംഭിച്ചുവെങ്കിൽ ആകെ സർവീസ് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസമായിരിക്കും എന്നതാണ് ചോദ്യം. അതായത് മക്കളെ, ഒരാള് 31/3/2021 വിരമിച്ചു. നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇത് ഓർക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതായത് 2021 മാർച്ച് 31 വിരമിച്ചു. എല്ലാവരും മാർച്ച് മാസം 31 തീയതിയാണ് മിക്കവാറും എല്ലാവരും വിരമിക്കുന്നത്. ആലോചിച്ച് നോക്ക്. ഇനി ഇയാളുടെ സർവീസ് ആരംഭിച്ചത് 25/9/2000. അതായത് സെപ്റ്റംബർ 25, 2000 ഇയാളുടെ സർവീസ് ആരംഭിച്ചത്.
ഇത് ഓർക്ക, ഈ 9/25 കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങ് വട്ടാവും. സെപ്റ്റംബർ 25, 2000 ഇയാളുടെ സർവീസ് ആരംഭിച്ചത്. ഓക്കെ, സെപ്റ്റംബർ 25, 2000. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സെപ്റ്റംബർ 25, 2000 സർവീസ് ആരംഭിച്ച ഇയാള് 2001 സെപ്റ്റംബർ 24 ആവുമ്പോൾ ഇവന്റെ 1 വർഷം പൂർത്തിയാക്കും. സെപ്റ്റംബർ 24 ആവുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കുക അതെന്താ. ജസ്റ്റ് ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പം ഞാൻ ജനിച്ചത് ഒക്ടോബർ 3 ആണെന്നിരിക്കട്ടെ. അടുത്ത ഒക്ടോബർ 2 ആവുമ്പോൾ എനിക്കൊരു വയസ്സ് പൂർത്തിയായി. ഒക്ടോബർ 3 ആവുമ്പോൾ എൻ്റെ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുക. ആലോചിച്ച് നോക്ക്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ജനുവരി 1 ഒരു വർഷം തുടങ്ങുന്നത്. ഡിസംബർ 31 ആവുമ്പോൾ ഒരു വർഷം അവിടെ കഴിഞ്ഞു. പിന്നെ ജനുവരി 1 എന്ന് പറയുമ്പോൾ ഒരു വർഷം തീരുന്നതല്ല, പിന്നെ ഒരെണ്ണം തുടങ്ങുക. അതേപോലെ സെപ്റ്റംബർ 25 2000 അവന്റെ സർവീസ് ആരംഭിച്ചു. 2001 സെപ്റ്റംബർ 24 ആവുമ്പോൾ 1 വർഷമാവും. 2002 സെപ്റ്റംബർ 24 ആവുമ്പോൾ 2 വർഷമാവും. അങ്ങനെ 2021 എന്തായാലും സെപ്റ്റംബർ ഇല്ല. 2020 സെപ്റ്റംബർ 20 ആവുമ്പോൾ അവന്റെ 20 വർഷം മക്കളെ പൂർത്തീകരിച്ചിട്ടുണ്ട്. സത്യമല്ലേ? ആലോചിച്ച് നോക്ക്. കാര്യം 2020 സെപ്റ്റംബർ 25 ആയപ്പോൾ അവൻ തുടങ്ങി. ഇത് 2000 സെപ്റ്റംബർ 25 ആയപ്പോൾ അവൻ തുടങ്ങി. 2001 സെപ്റ്റംബർ 24 ആയപ്പോൾ 1 വർഷം. 2002 സെപ്റ്റംബർ 24 ആകുമ്പോൾ 2 വർഷം, 3 വർഷം, 4 വർഷം, അങ്ങനെ പോയി 2020 സെപ്റ്റംബർ 24, സോറി ഞാൻ എഴുതിയ മാറിപ്പോയ, സെപ്റ്റംബർ 24 ആയപ്പോൾ ഇവന്റെ 20 വർഷം പൂർത്തിയാക്കി. ഓക്കെ ആണോ? അടുത്ത 25 വരുമ്പോൾ അടുത്ത വർഷത്തിൽ 21 വർഷത്തിലേക്ക് കയറുക. അവനത് പൂർണ്ണമായിട്ടും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് എഴുതാഞ്ഞ്. ഇവിടെ വരെ ഓക്കെ ആണ്. ഇവിടെ വരെ ഒന്നുകൂടെ. 2000 സെപ്റ്റംബർ 25 ഇവന്റെ വർഷം സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇവന്റെ ജോലി ആരംഭിച്ചു. 2021 മാർച്ച് 31 ഇവൻ വിരമിച്ചു. അപ്പോൾ ഇതിന്റെ പുറകിലേക്ക് വന്ന് 2020 സെപ്റ്റംബർ 24 ആവുമ്പോൾ, 25 തുടങ്ങിയത്, സെപ്റ്റംബർ 24 2020 ആവുമ്പോൾ ഇവന്റെ 20 വർഷം മക്കളെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല. 2021 സെപ്റ്റംബർ 24 വരെ ഉണ്ടായിരുന്നു. 21 വർഷം എന്ന് പറയായിരുന്നു. പക്ഷെ 2020 വരെ ഉള്ളത് കൊണ്ടാണ് 20 വർഷം പൂർത്തീകരിച്ചു. കാര്യം 2000 സെപ്റ്റംബർ 25 മുതൽ 2020 സെപ്റ്റംബർ 24 ആവുമ്പോൾ തന്നെ 20 വർഷമാവും. 2020 ആയി. ഇനി സെപ്റ്റംബർ 25 മുതൽ ഇവൻ വീണ്ടും 1 വർഷത്തിലേക്ക് കടക്കുക. 1 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. മാർച്ച് അടുത്ത വർഷം, അതായത് 2021 മാർച്ച് 24 വരെ എത്ര മാസമുണ്ട് എന്ന് നോക്കണം. ചിലർക്ക് അതൊരു ഡൗട്ട് തോന്നും. അതായത് സെപ്റ്റംബർ 24 ആയപ്പോൾ 20 വർഷമായി. ഇനി സെപ്റ്റംബർ 25 ഒരു മാസം തുടങ്ങി. ഒക്ടോബർ 24 ആവുമ്പോൾ 1 മാസം കഴിയും. കാര്യം 25 ഒരു മാസം തുടങ്ങിയാൽ അടുത്ത 24 ആവുമ്പോഴാണ് 1 മാസം ആവുന്നത്. കാര്യം അടുത്ത 25 ആകുമ്പോൾ പുതിയ മാസം തുടങ്ങിയെന്ന. അപ്പോൾ ഒക്ടോബർ 24 ആവുമ്പോൾ 1 മാസം കഴിഞ്ഞു. പിന്നെ അടുത്ത നവംബർ 24 ആവുമ്പോൾ 2 മാസമായി. ഡിസംബർ 24 ആവുമ്പോൾ 3 മാസമായി. ജനുവരി 24 ആവുമ്പോൾ 4 മാസമായി. ഫെബ്രുവരി 24 ആവുമ്പോൾ 5 മാസമായി. 2021 മാർച്ച് 24 ആവുമ്പോൾ 6 മാസമായി എന്ന് നമുക്ക് പറയാം. 6 months. എങ്ങനെയാ? ഈ സെപ്റ്റംബർ 24 ആയപ്പോൾ 20 വർഷം കഴിഞ്ഞു. ഇനി 1 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെന്ത് ചെയ്തു? സെപ്റ്റംബർ 25 മാസക്കണക്കിലേക്ക് കയറുക. സെപ്റ്റംബർ, അതായത് 2000 സെപ്റ്റംബർ 25 1 മാസം തുടങ്ങി. ഒക്ടോബർ 24 ആയപ്പോൾ 1 മാസം കഴിഞ്ഞു. കാര്യം 25 തുടങ്ങി 24 തീരും മാസം. നവംബർ 24 ആകുമ്പോൾ 2 മാസം. ഡിസംബർ 24 ആകുമ്പോൾ 3 മാസം. ജനുവരി 24, ഫെബ്രുവരി 24, മാർച്ച് 24 ആകുമ്പോൾ 6 മാസമായി. 2021 മാർച്ച് 24 ആകുമ്പോൾ 6 മാസം. നമുക്ക് മാർച്ച് 31 വരെ ഉണ്ട്.
24 ആയിട്ടുള്ളൂ. 25, 26, 27, 28, 29, 30, 31. പിന്നെ ഒരു 7 ദിവസം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ 20 വർഷം 6 മാസം 7 ദിവസമാണ് നമ്മുടെ ഉത്തരമായി വരിക. ഓപ്ഷൻ എ ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോവാം. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുന്നു. 2000 സെപ്റ്റംബർ 25-നാണ് ഇവൻ ജോയിൻ ചെയ്തത്. 2021 മാർച്ച് 31-ന് ഇവൻ വിരമിച്ചു. അപ്പൊ സെപ്റ്റംബർ 25-ന് ഇവൻ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2021 സെപ്റ്റംബർ വരെ ഇവൻ പോയില്ല. അപ്പൊ 2020 സെപ്റ്റംബർ 24 ആകുമ്പോ ഇവന്റെ 20 വർഷം പൂർത്തിയാവും. കാര്യം സെപ്റ്റംബർ 25-ന് തുടങ്ങിയാൽ അടുത്ത സെപ്റ്റംബർ 24-ന് 1 വർഷം, അടുത്ത സെപ്റ്റംബർ 24-ന് 2 വർഷം, അങ്ങനെ 2020 സെപ്റ്റംബർ 24 ആകുമ്പോ ഇവന്റെ 20 വർഷം പൂർത്തിയായി. ഇനിയും മാസക്കണക്കിലേക്ക് വാ. സെപ്റ്റംബർ 2020 സെപ്റ്റംബർ 25-ന് 1 മാസം തുടങ്ങി. ഇനി സെപ്റ്റംബർ 25-ന് 1 മാസം തുടങ്ങി. അടുത്ത മാസം ഒക്ടോബർ 24 ആയപ്പോൾ 1 മാസം കഴിഞ്ഞു. കാര്യം 25-ന് മാസം തുടങ്ങിയ അടുത്ത 25 ആകുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്ന 24-ന് 1 മാസം കഴിഞ്ഞു. നവംബർ 24-ന് 2 മാസം കഴിഞ്ഞു. ഡിസംബർ 24-ന് 3 മാസം കഴിഞ്ഞു. ഇനി 2021 ജനുവരി 24-ന് 4 മാസം കഴിഞ്ഞു. 2021 ഫെബ്രുവരി 24-ന് 5 മാസം കഴിഞ്ഞു. മാർച്ച് 24-ന് 6 മാസം കഴിഞ്ഞു. അപ്പൊ 2021 മാർച്ച് 24-ന് മക്കളെ 6 മാസം കറക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ കാണുന്നവർ സ്വാഭാവികമായിട്ടും ആലോചിക്കും, ചില മാസത്തിന് 30, ചില മാസത്തിന് 31 ഒക്കെ അല്ലേ. പക്ഷേ നമ്മുടെ ഈ റൂൾ ഇങ്ങനെ തന്നെയാണ്. ഈ റൂളിൽ പ്രകാരം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. ഇതിങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു. ഇപ്പം മാർച്ച് 30-നാണെങ്കിൽ അടുത്ത മാസം 29 ആകുമ്പോൾ 1 മാസമാവും. അതേപോലെ 25-ന് 1 മാസം തുടങ്ങി. കാര്യം 24 ആയപ്പോൾ അവൻ്റെ വർഷം തീർന്നല്ലോ. 25-ന് 1 മാസം തുടങ്ങി. സെപ്റ്റംബർ 25-ന് തുടങ്ങി. ഒക്ടോബർ 24-ന് 1 മാസം. നവംബർ 24 2 മാസം. ഡിസംബർ 24 3 മാസം. ജനുവരി 24 4 മാസം. ഫെബ്രുവരി 24 5 മാസം. മാർച്ച് 24 6 മാസം. കഴിഞ്ഞില്ല. മാർച്ച് 24 ആയിട്ടുള്ളൂ. മാർച്ച് 25, 26, 27, 28, 29, 30, 31. പിന്നെ ഒരു 7 ദിവസം. 20 വർഷം 6 മാസം 7 ദിവസമാണ് ഉത്തരം. ഓപ്ഷൻ എ ആണ്, സെറ്റാണ്. എനിക്ക് പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കണം. 2024 ഒരു ആംബുലൻസ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക്, മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. മക്കളെ, ഈ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വർഷത്തിന്റെ റൂള് പോലെ തന്നെ മാസത്തിനും ഒരു റൂളുണ്ട്. നിങ്ങളോട് ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുക, മോനെ ഈ മാസത്തിൽ എത്ര തിങ്കളാഴ്ചയുണ്ട്, മോനെ ഈ മാസത്തിൽ എത്ര ചൊവ്വാഴ്ചയുണ്ട് എന്നൊക്കെ നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ ഒന്നുകിൽ അതിൻ്റെ ആൻസർ 4 ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ 5 ആയിരിക്കും. വർഷമാണ് 52 53 ആണ്. മാസത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ 4 ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും. അപ്പൊ തന്നെ ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈസിലി കളയാം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്, ഒരാഴ്ച 4 ആഴ്ചകൾ ചേരുന്നതാണ് 1 മാസം. അല്ലെങ്കിൽ ചില മാസങ്ങളിൽ മാത്രം ചില ദിവസങ്ങൾ 5 പ്രാവശ്യം വരാറുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ 4 ആയിരിക്കും അതിൻ്റെ ആൻസർ, അല്ലെങ്കിൽ 5 ആയിരിക്കും അതിൻ്റെ ആൻസർ. നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മാസത്തിൽ എത്ര തിങ്കളുണ്ട്, എത്ര ചൊവ്വയുണ്ട്, എത്ര വ്യാഴമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ മാസത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5. ഓക്കെ, ഇനി 4 ആണോ 5 ആണോ എന്നെങ്ങനെ ഉറപ്പിക്കും? മക്കളെ, ഒരു റൂളുണ്ട്, ഇതങ്ങ് പഠിച്ചു വെച്ചോളുക. ഏതൊരു മാസത്തിൻ്റെയും 29, 30, 31 എന്നീ ദിവസങ്ങൾ വരുന്നത് 5 പ്രാവശ്യം വരും. ബാക്കി എല്ലാം 4 പ്രാവശ്യം. ഇതങ്ങ് പഠിച്ചു വെച്ചോളൂ. ഇനി പല പുസ്തകത്തിൽ ഇത് 1, 2, 3 എന്നായിരിക്കും. പക്ഷെ 1, 2, 3 ആകുമ്പോൾ 30, 31 ഒക്കെ ഉള്ളതിന് ചെറിയ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ പഠിക്കുന്നതാണ് കമ്പാരിറ്റീവ്ലി നല്ലത്.
ഏതൊരു മാസത്തിൻ്റെയും 29, 30, 31 എന്നീ ദിവസങ്ങളിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർ 5 പ്രാവശ്യം വരും. ബാക്കി എല്ലാം 4 പ്രാവശ്യം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 7, 14, 21, 28 28 വരെ 4 ആഴ്ച ഫിനിഷായി. ബാക്കി 29, 30, 31 ഈ ദിവസങ്ങളിൽ വരുന്നവന്മാർ 5ാമതൂടെ വരും എന്നാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഒന്ന് കാണാതെ എഴുതി വെച്ചോണം. ഏതൊരു മാസത്തിന്റെയും 29, 30, 31 എന്നീ ദിവസങ്ങൾ 5 പ്രാവശ്യം വരും. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുക, എടാ മാർച്ച് മാസത്തിൽ എത്ര തിങ്കളുണ്ട്? അപ്പൊ നമ്മൾ പറയണം മാർച്ച് മാസത്തിൽ 29, 30, 31 ഈ ദിവസങ്ങളിൽ ആരൊക്കെ ഉണ്ടോ അവർ 5 പ്രാവശ്യം വരും. ബാക്കി 4 പ്രാവശ്യം ഉള്ളൂ. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, എടാ ഒരു ഏപ്രിൽ മാസത്തിൽ ഇന്ന ദിവസം എത്ര പ്രാവശ്യം ഉണ്ട്? നമ്മൾ അവരോട് പറയണം ഏപ്രിൽ ദിവസത്തിൽ ചെറിയൊരു പണിയാ 29, 30, 31 ഇല്ല 30 വരെ ഉള്ളൂ. അപ്പൊ 29, 30 ആരാണോ വരുന്നത് അവർ 5 പ്രാവശ്യം, ബാക്കി 4 പ്രാവശ്യം. ഓക്കെ ആണ്. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോണം. ഏതൊരു മാസത്തിന്റെയും 29, 30, 31 എന്നീ തീയതികളിൽ വരുന്ന ദിവസങ്ങൾ 5 പ്രാവശ്യം, ബാക്കി എല്ലാം 4 പ്രാവശ്യം. അപ്പൊ ചില കുഞ്ഞുങ്ങൾ ഇപ്പോഴും ആലോചിക്കും, എടാ 30 മാസമാണ്, 30, 31 നീ നോക്കണ്ട, 29, 30 5 പ്രാവശ്യം, ബാക്കി 4 പ്രാവശ്യം. അപ്പൊ ചിലരാലോചിക്കും, എടാ ലീപ്പ് ഇയർ ആയ ഫെബ്രുവരി ആണ്, ലീപ്പ് ഇയർ ആയ ഫെബ്രുവരിക്ക് 29 അല്ലേ ഉള്ളൂ, 29 മാത്രം 5 പ്രാവശ്യം, ബാക്കി 4 പ്രാവശ്യം. അപ്പൊ ചിലരാലോചിക്കും ലീപ്പ് ഇയർ അല്ലാത്ത ഫെബ്രുവരി ആണ്, ലീപ്പ് ഇയർ അല്ലാത്ത ഫെബ്രുവരി ആണ്, 29, 30, 31 ഇല്ല, സോ അവിടെ ആരും 5 പ്രാവശ്യം വരുന്നില്ല. ഓക്കെ ആണോ? അപ്പൊ ഏതൊരു മാസത്തിന്റെയും 29, 30, 31 എന്നീ തീയതികളിൽ വരുന്ന ദിവസങ്ങൾ 5 പ്രാവശ്യം, ബാക്കി 4 പ്രാവശ്യം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. മാർച്ച് 1-ാം തീയതി മക്കളെ തിങ്കളാണ്. നമുക്ക് ആ മാസം എത്ര ചൊവ്വാഴ്ചകളുണ്ട് എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോ തന്നെ 3 സ്കിപ്പ് ചെയ്യുക, 6 സ്കിപ്പ് ചെയ്യുക. എന്തുകൊണ്ടാ? കാര്യം ഒരു മാസത്തിൽ എത്ര ചൊവ്വ, ബുധൻ, വാട്ടവർ എന്തുമായിക്കോട്ടെ, ഒന്നുകിൽ 4 അല്ലെ 5 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇനി ഇതിൽ ഏതാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? ഏതൊരു മാസത്തിൻ്റെയും 29, 30, 31 എന്നീ തീയതികളിൽ വരുന്ന ദിവസങ്ങൾ 5 പ്രാവശ്യം വരും. മാർച്ച് മാസമാണ്, 31 ദിവസമുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഏതൊക്കെയാണോ അത് 5 പ്രാവശ്യം. അപ്പൊ മാർച്ച് 1 തിങ്കളാ, അപ്പൊ സ്വാഭാവികമായിട്ടും മാർച്ച് 8 തിങ്കളാ. കാര്യം 1ന്റെ കൂടെ 7 കൂട്ടിയ അതേ ദിവസം തന്നെയാ 7 കൂട്ടുന്നു. 1 തിങ്കളാണ്, 1ന്റെ കൂടെ 7 കൂട്ടി 8 തിങ്കളാണ്. 8ന്റെ കൂടെ 7 കൂട്ടി 15 തിങ്കളാണ്. 15ന്റെ കൂടെ 7 കൂട്ടി 22 തിങ്കളാണ്. 22ന്റെ കൂടെ 7 കൂട്ടി 29 തിങ്കളാണ്. 7 കൂട്ടുന്നതെല്ലാം അതേ ദിവസമായിരിക്കും. അപ്പൊ 29 മക്കളെ തിങ്കൾ. അപ്പൊ സ്വാഭാവികമായും 30 ചൊവ്വ, സ്വാഭാവികമായും 31 ബുധൻ. അപ്പൊ ഈ മാസത്തിൽ എത്ര തിങ്കളുണ്ടെന്ന് ചോദിച്ചാൽ 5, എത്ര ചൊവ്വയുണ്ടെന്ന് ചോദിച്ചാൽ 5, എത്ര ബുധനുണ്ടെന്ന് ചോദിച്ചാൽ 5. ഇതൊഴിച്ച് ബാക്കി വ്യാഴം, വെള്ളി, ശനി, ഞായർ ഏത് ചോദിച്ചാലും 4. നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ആ മാസത്തിൽ എത്ര ചൊവ്വാഴ്ചകൾ, ചൊവ്വാഴ്ചകൾ 5 സെറ്റ്, ഓപ്ഷൻ സി. ഒന്നുകൂടെ, മാർച്ച് മാസം 1-ാം തീയതി തിങ്കളാണ്. നമുക്ക് ആ മാസത്തിൽ എത്ര ചൊവ്വയുണ്ട്? നമ്മൾ പഠിച്ച റൂള് ഏതൊരു മാസത്തിൻ്റെയും 29, 30, 31 5 പ്രാവശ്യം വരും. മാർച്ച് ആയതുകൊണ്ട് 31 ഉണ്ട്, അതും 5 പ്രാവശ്യം വരും. അപ്പൊ 1-ാം തീയതി തിങ്കളാണ്, 1ന്റെ കൂടെ 7 കൂട്ടി 8 തിങ്കൾ, 15 തിങ്കൾ, 22 തിങ്കൾ, 29 തിങ്കൾ. 29 തിങ്കൾ, 30 ചൊവ്വ, 31 ബുധൻ. ഇത് 3ഉം 5, ബാക്കിയെല്ലാം 4. നമ്മളോട് എത്ര ചൊവ്വ എന്നാ ചോദിച്ചേ? നമുക്ക് നിസ്സംശയം പറയാം 5 ആണ്. ഞാനൊരു ചോദ്യോടെ പറയാം. നവംബർ മാസം 10-ാം തീയതി ചൊവ്വയാണ്. ആ മാസത്തിൽ എത്ര ശനിയുണ്ട്? ചോദ്യം ഒന്നുകൂടെ പറയുന്നു. നവംബർ മാസം 10-ാം തീയതി ചൊവ്വയാണ്. ആ മാസത്തിൽ എത്ര ശനിയുണ്ട്? അപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഓർക്കണം, എടാ ഏതൊരു മാസത്തിൻ്റെയും 29, 30, 31 എന്നീ തീയതികളിൽ വരുന്ന ദിവസങ്ങളാണ് 5 പ്രാവശ്യം വരിക. ഇവിടെ നവംബർ മാസമായതുകൊണ്ട് 31 ഇല്ല, 30 വരെ ഉള്ളൂ. കാര്യം നവംബറിൽ 30 ദിവസമേ ഉള്ളൂ. അപ്പൊ 29ഉം 30ഉം 5 പ്രാവശ്യം വരും.
ബാക്കി എല്ലാം 4 പ്രാവശ്യം. അപ്പൊ ഈ 29, 30 നമുക്ക് കണ്ടുപിടിക്കാം. 10-ാം തീയതി ചൊവ്വ. അപ്പൊ 10ന്റെ കൂടെ 7 കൂട്ടി 17-ാം തീയതി ചൊവ്വ. 7 കൂട്ടി 24 ചൊവ്വ. 24 ചൊവ്വയാണ്. 25 ബുധനാണ്. 26 വ്യാഴമാണ്. 27 വെള്ളിയാണ്. 28 ശനിയാണ്. 29 ഞായറാണ്. 30 തിങ്കളാണ്. ഇവിടെ നവംബർ ആയതുകൊണ്ട് 31 ഇല്ല. അപ്പൊ 29, 30 5 പ്രാവശ്യം. ബാക്കി എല്ലാം 4. അപ്പൊ ഇവിടെ എത്ര ഞായറുണ്ടെന്ന് ചോദിച്ചാൽ 5, എത്ര തിങ്കളുണ്ടെന്ന് ചോദിച്ചാൽ 5, ബാക്കി ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഏത് ചോദിച്ചാലും 4. നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര ശനി ഉണ്ടെന്നാണ്. അതിന്റെ ഉത്തരം 4 എന്ന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ കണ്ണടച്ച റൂള് ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതൊരു മാസത്തിലും ഇന്ന ദിവസം എത്ര പ്രാവശ്യം വരുമെന്നാണ് ചോദ്യമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ഉത്തരം 4, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം 5. ഇനി 4 5 എന്ന് എങ്ങനെ ഉറപ്പിക്കും? ഏതൊരു മാസത്തിൻ്റെയും 29, 30, 31 എന്നീ തീയതികളിൽ വരുന്ന ദിവസങ്ങൾ 5 പ്രാവശ്യം, ബാക്കി എല്ലാം 4 പ്രാവശ്യം. ഇനി നിങ്ങൾ ആലോചിക്കും 30 ഉള്ള മാസമേ ആണെങ്കിൽ 31 അവിടെ നോക്കണ്ട, 29, 30 5 പ്രാവശ്യം. ഇനി ലീപ്പ് ഇയർ ആയ ഫെബ്രുവരി ആണ്, ഇത് രണ്ടും നോക്കണ്ട, 29 മാത്രം 5 പ്രാവശ്യം. അപ്പൊ 29, 30, 31 ഉണ്ടെങ്കിൽ അത് 3 5 പ്രാവശ്യം, ബാക്കി എല്ലാം 4 പ്രാവശ്യം. മക്കളെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ടൈപ്പ് ചോദ്യങ്ങളോടെ പറയുകയാണ്. ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ വരാനുള്ള സാധ്യത ഏറെയാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ന് തിങ്കളാഴ്ച എങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? മക്കളെ, നമ്മുടെ കലണ്ടറിന്റെ പാർട്ട് 1 തുടങ്ങുന്നത് തന്നെ ഇതാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു: ഇന്ന് തിങ്കളാഴ്ച എങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? അല്ലെ ഇന്ന് ചൊവ്വാഴ്ച എങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? നമ്മുടെ ചോദ്യത്തിൽ എവിടെങ്കിലും കഴിഞ്ഞ് അല്ലെങ്കിൽ ആഫ്റ്റർ എന്നൊരു വാക്കുണ്ടെങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, 100 ദിവസം കഴിഞ്ഞ്, അല്ലെ 100 ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ ആഫ്റ്റർ 100 days, കഴിഞ്ഞ് എന്നൊരു വാക്കുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ദിവസത്തെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. 7 7 30 7 4 28 ശിഷ്ടം 2 ശിഷ്ടം വന്നു. തിങ്കളാഴ്ചയുടെ കൂടെ 2 കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. തിങ്കളാഴ്ചയുടെ കൂടെ 2 കൂട്ടി ചൊവ്വ ബുധനാണ്, ഓപ്ഷൻ സി ആണ്. മുമ്പോട്ട് പോവാം. ഒന്നുകൂടെ പറയുന്നു: ഇന്ന് തിങ്കളാഴ്ച എങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? ഇങ്ങനെ ഒരു ചോദ്യം വന്ന നമ്മൾ ആ ദിവസം അങ്ങ് മാർക്ക് ചെയ്യുക. തിങ്കൾ. ചൊവ്വയാണ് ചൊവ്വ, വ്യാഴമാണ് വ്യാഴം മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്ക്, ഇതിലെവിടെങ്കിലും കഴിഞ്ഞ്, ശേഷം, ആഫ്റ്റർ എന്നൊരു വാക്കുണ്ടോ? ഇവിടുത്തെ കീവേഡ് ഓർക്കുക, കഴിഞ്ഞ്. ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ദിവസത്തെ 7 കൊണ്ട് ഹരിക്കുക. 7 7 30 7 4 28 ശിഷ്ടം 2. ശിഷ്ടം 2 വന്നു. ദിവസത്തിന്റെ കൂടെ 2 കൂട്ടുക. തിങ്കളിന്റെ കൂടെ 2 കൂട്ടി ബുധനാണ്. ഇനി നിങ്ങൾ ചിന്തിക്കും, എടാ ഇവിടെ ശിഷ്ടം വന്നില്ലെങ്കിൽ ആ ദിവസം തന്നെയാണ്. അടുത്ത ചോദ്യം: ഇന്ന് വ്യാഴാഴ്ച, നമ്മൾ ആ വ്യാഴാഴ്ച മാർക്ക് ചെയ്തു, എങ്കിൽ 225-ാം ദിവസം ഏത് ദിവസം? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ് എന്നൊരു വാക്കില്ല, ശേഷം എന്നൊരു വാക്കില്ല, അല്ലെ ആഫ്റ്റർ എന്നൊരു വാക്കില്ല. അങ്ങനെ ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്ന് 1 കുറയ്ക്കുക. 225-ൽ നിന്ന് 1 കുറച്ചു 224. 224-നെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. മക്കളെ, 7 3 21 ശിഷ്ടം 1 4. 7 2 14 ശിഷ്ടമില്ല എങ്കിൽ ഇവിടെ അതിൻ്റെ അർത്ഥം ശിഷ്ടം 0 എന്ന് പറഞ്ഞാൽ ഒന്നും കൂട്ടണ്ട. ശിഷ്ടമില്ലെങ്കിൽ ആ ദിവസം തന്നെയാണ്. നമ്മുടെ ഉത്തരം വ്യാഴമാണ്. ഓപ്ഷൻ എ ആണ്, സെറ്റാണ്. ശിഷ്ടം 1 ആണെങ്കിൽ
നമ്മൾ വ്യാഴത്തിന്റെ കൂടെ 1 കൂട്ടി വെള്ളി എഴുതും. ശിഷ്ടം 2 വ്യാഴത്തിന്റെ കൂടെ 2 കൂട്ടി ശനി എഴുതും. ശിഷ്ടം 5 വ്യാഴത്തിന്റെ കൂടെ 5 കൂട്ടി വെക്കും. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ വരും. ഇവിടെ ശിഷ്ടം 0. സോ ഒന്നും കൂട്ടണ്ട, നമ്മുടെ ഉത്തരം വ്യാഴം തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഇവിടെ ചെയ്ത 2 കാര്യം ഒന്നുകൂടെ പറയുന്നു. ഇവിടെ ആഫ്റ്റർ, ശേഷം എന്നൊരു വാക്കുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ദിവസത്തെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. ഇനി അങ്ങനെ ഒരു വാക്കില്ല എങ്കിൽ തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്നൊന്നു കുറച്ച് 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. ഇവിടെ 225 ദിവസം ആഫ്റ്റർ എന്നോ ശേഷമെന്നോ കഴിഞ്ഞെന്നോ ഇല്ല. അപ്പൊ 225 നിന്ന് 1 കുറയ്ക്കുമ്പോ 224 അവരെ 7 കൊണ്ട് ഹരിച്ച് ശിഷ്ടമെടുത്തു, കൂട്ടിവെച്ചു. അപ്പൊ ഇതേപോലെ ഒരു 2 ചോദ്യം കൂടെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറാനായിട്ട് തരാം. ഇന്ന് തിങ്കളാഴ്ച എങ്കിൽ 90 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം? അടുത്തത് ഇന്ന് തിങ്കളാഴ്ച എങ്കിൽ 90-ാം ദിവസം ഏത് ദിവസം? അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ന് തിങ്കളാഴ്ച നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 90 ദിവസം കഴിഞ്ഞെന്ന കീവേഡ് ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ കഴിഞ്ഞു, ആഫ്റ്റർ അല്ലെങ്കിൽ ശേഷം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 90-നെ 7 കൊണ്ട് ഹരിക്കുക. 7 7 2 0 7 2 14 ശിഷ്ടം 6. ശിഷ്ടം 6 വന്നു. തിങ്കളാഴ്ചയുടെ കൂടെ 6 കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. നമ്മുടെ ഉത്തരം ഇവിടെ വരിക ഞായറാണ്. അടുത്ത ചോദ്യം, ഇന്ന് തിങ്കൾ എങ്കിൽ 90-ാം ദിവസം ഏത് ദിവസം? 90th ഡേ എന്ന 90-ാം ദിവസം. ഇവിടെ കഴിഞ്ഞു എന്നൊരു വാക്കില്ല, ശേഷം എന്നൊരു വാക്കില്ല, ആഫ്റ്റർ എന്നൊരു വാക്കില്ല. ഉണ്ടോ? അപ്പൊ 90-ൽ നിന്ന് 1 കുറയ്ക്കുക. ഇങ്ങനെയുള്ള കേസിൽ 89 90 അവന് 7 കൊണ്ട് ഹരിക്കുക. 7 7 19 7 2 14 ശിഷ്ടം 5. അപ്പൊ തിങ്കളാഴ്ചയുടെ കൂടെ 5 കൂട്ടുക. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ ഉത്തരം ശനിയാണ്. ഇത് സ്വാഭാവികമായും കാണുന്നവർക്ക് ഡൗട്ട് തോന്നും. എടാ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ 91 അതെന്ന് പറയുമ്പോൾ കറക്റ്റ് 90 അല്ലേ എടുക്കേണ്ടതെന്നൊരു ഡൗട്ട് വരും. മക്കളെ, ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. കലണ്ടറിന്റെ പാർട്ട് 1 പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഇത് എന്തുകൊണ്ടാ വന്നത്, എന്തുകൊണ്ടാ നമ്മൾ എടുത്തതെന്ന് വളരെ ഡീറ്റെയിൽ ആയി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ആഫ്റ്റർ എന്നാണെങ്കിൽ തന്നിരിക്കുന്ന ശേഷം, കഴിഞ്ഞ് തന്നിരിക്കുന്ന ദിവസത്തെ 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം കൂട്ടുക. ഇനി കഴിഞ്ഞു എന്നൊരു വാക്ക് അതിനകത്തില്ല. തന്നിരിക്കുന്ന ദിവസത്തിൽ നിന്ന് 1 കുറയ്ക്കുക, 7 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം കൂട്ടുക. അടുത്ത ചോദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളിൽ ഒന്നാണ്. 2021 കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് സ്ഥിരമായി ഈ ചോദ്യം കാണുന്നുണ്ട്. നിങ്ങൾക്കും വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, 2021 അതായത് 2021 പോലെ ഇരിക്കുന്ന കലണ്ടർ ഇനി എന്നാണ് വരിക എന്നതാണ് ചോദ്യം. മക്കളെ, കലണ്ടർ സമാനമായ കലണ്ടർ കണ്ടുപിടിക്കുന്ന വഴി, അതായത് 2021 പോലെ ഇരിക്കുന്ന കലണ്ടർ വരുന്ന തൊട്ടടുത്ത വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. മക്കളെ, ഇതിനൊരു റൂളുണ്ട്. ഈ റൂൾ അങ്ങ് പഠിച്ചു വെച്ചോളുക. 2021 കലണ്ടർ ആവർത്തിക്കുന്ന വർഷം കാണാൻ, 2021 എന്നല്ല, ഏതൊരു കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം കാണാനുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഈ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഭാഗിക്കുക. ഇവിടെ മാത്രം 4 കൊണ്ട് ഭാഗിക്കുന്നതിൻ്റെ കാര്യം, 4 കൊല്ലത്തിൽ ഒരിക്കലാണ് ലീപ്പ് ഇയർ വരിക. 4 കൊണ്ട് ഭാഗിക്കുക. 4 5 20 ശിഷ്ടമില്ല. 2 താത്തിറക്കി. 2 4-നേക്കാളും ചെറുതാണ്. മേളിൽ ഒരു 0 കൊടുത്ത് അടുത്ത 1-നെ കൂടെ താത്തിറക്കി. 4 5 20 ശിഷ്ടം 1. മക്കളെ, കലണ്ടറിൽ ത്രൂ ഔട്ട് ആൻസറിൽ വലിയ കാര്യമൊന്നുമില്ല, ശിഷ്ടത്തിലാണ് കാര്യം. ശിഷ്ടം നമുക്ക് 1 വന്നു. ശിഷ്ടം എത്ര വന്നു? 1. മക്കളെ, 4 കൊണ്ട് ഹരിക്കുമ്പം നമുക്ക് ഏതൊക്കെ ശിഷ്ടം വരാം? ഒന്നുകിൽ ശിഷ്ടം 0 വരാം, അല്ലെങ്കിൽ ശിഷ്ടം 1 വരാം, അല്ലെങ്കിൽ ശിഷ്ടം 2 വരാം, അല്ലെങ്കിൽ ശിഷ്ടം 3 വരാം. കാര്യം 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഈ ശിഷ്ടം അല്ലാതെ
വേറെ ഒരു ശിഷ്ടവും വരില്ല. കാര്യം മിനിമം 4 ഉണ്ടെങ്കിൽ നമുക്കതിനെ 4 കൊണ്ട് ഒരു പ്രാവശ്യം വായിക്കാമല്ലോ. അപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നുകിൽ ശിഷ്ടം 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. മക്കളെ, ശിഷ്ടം 0 ആണെങ്കിൽ നിങ്ങൾ 28 വർഷത്തിന്റെ കൂടെ കൂട്ടുക. പഠിച്ചു വച്ചോണം, കാണാതെ പഠിക്കണം, വേറെ വഴിയില്ല. ശിഷ്ടം 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 കൂട്ടുക. ഇനി ശിഷ്ടം 2 3 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 11 കൂട്ടുക. ഒന്നുകൂടെ പറയുന്നു, ശിഷ്ടം 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 കൂട്ടുക. ശിഷ്ടം 1 ആണെങ്കിൽ 6 കൂട്ടുക. 2 3 ആണെങ്കിൽ 11 കൂട്ടുക. മക്കളെ, ഇവിടെ ശിഷ്ടം 1 ആണ്. അപ്പൊ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 കൂട്ടണം. 2021 കൂടെ 6 കൂട്ടി നമ്മുടെ ഉത്തരം 2027 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമെന്ന് നമുക്ക് പറയാം. അപ്പൊ മക്കളെ, കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം കാണാനുള്ള ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന വർഷത്തെ 4 കൊണ്ട് ഹരിച്ചിട്ട് അവരുടെ ശിഷ്ടം എടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് ശിഷ്ടം 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ശിഷ്ടം 0 ആണെങ്കിൽ 28 കൂട്ടുക, 1 ആണെങ്കിൽ 6 കൂട്ടുക, 2 3 ആണെങ്കിൽ 11 കൂട്ടുക. സെറ്റാണ്. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. 2014 കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണ്? അതായത് 2014 സമാനമായ അടുത്ത കലണ്ടർ ഇനി എന്നാ വരിക? ഒന്നുമില്ല, തന്നിരിക്കുന്ന വർഷത്തെ നമ്മൾ 4 കൊണ്ട് ഭാഗിച്ചു. 4 5 20 ശിഷ്ടമില്ല. ഇനി 1 താത്തിറക്കി. 1 4-നേക്കാളും ചെറുതായതുകൊണ്ട് മേളിൽ ഒരു 0 കൊടുത്ത് അടുത്തവനെ കൂടെ താത്തിറക്കി. 14. 3 12 ശിഷ്ടം 2 വന്നു. ഓക്കെ ആണോ? ഇനി ചില ആളുകൾ ലാസ്റ്റ് 2 അക്കം മാത്രം ഡിവൈഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ 4 താഴെയുള്ള, ഇപ്പം 2003 ഒക്കെയാണ് ചിലർക്കൊരു ഡൗട്ട് തോന്നും, 03 എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഓവറോൾ ഒരേ സ്റ്റെപ്പ് തന്നെ പറഞ്ഞത്. അപ്പോൾ 2014 4 കൊണ്ട് ഭാഗിച്ചപ്പോൾ നമുക്ക് ശിഷ്ടമായി 2 കിട്ടി. ഇനി റൂള് പറ. ശിഷ്ടം 0 ആയാൽ 28 കൂട്ടുക, ശിഷ്ടം 1 ആയാൽ 6 കൂട്ടുക, ശിഷ്ടം 2 അല്ലെ 3 ആയാൽ 11 കൂട്ടുക. ഇവിടെ 2 ആണ്. സോ 2014 കൂടെ 11 കൂട്ടി അടുത്ത 2025 ഈ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം. സോ നമ്മുടെ ഉത്തരം 2025. മക്കളെ, ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിനൊരു 2 എക്സെപ്ഷൻ കൂടെ ഉണ്ട്. ഞാൻ അതും കലണ്ടറിന്റെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. ചില റെയർ കേസുകളിൽ ഈ ഒരു മെത്തേഡ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ നൂറ്റാണ്ടുകളൊക്കെ അല്ലാത്ത കേസുകളൊക്കെ വരുന്ന കേസുകളിൽ. അപ്പോൾ അതും കൂടെ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക കലണ്ടറിന്റെ പാർട്ട് 1. ഇത് മിക്കവാറും ഉള്ള 99% ചോദ്യങ്ങളിലും ഈ സാധനം നടക്കും. ആ റെയർ കേസും കൂടെ സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വിടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവിഷൻ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഓക്കെ ആണ്, നല്ല രീതിയിൽ മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതേപോലെ മറ്റൊരു ടോപ്പിക്കുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.